ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് വരുന്ന നെക്സ്റ്റ് ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഒരു പക്ഷേ ജോലി ഇല്ലാത്തൊരവസ്ഥയിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോബ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു പക്ഷേ ഒരു ടീം വർക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. PSC ജോബ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ടീച്ചർ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ജോബ് ആകാനുള്ള സാധ്യതയുമുണ്ട്. ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഒരു ജോബുമാകാം. ചില പേർക്ക് ഈ ഒരു ജോബ് കിട്ടുന്നത് റെക്കമെൻഡേഷൻ വഴിയാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ജോബ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഒരുപാട് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ജോബ് നിങ്ങൾക്ക് അനായാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഏറെ കാലമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടുണ്ടാവാം. രണ്ടാമത്തെ പോയിന്റ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളിലേക്ക് വരുന്നത് ഒരു സെലിബ്രേഷനാണ്, അതായത് ഒരു എൻജോയ്മെൻറ്റ്. ചില പേരുടെ കാര്യത്തിൽ കൂട്ടുകാരുമൊത്ത് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള അവസരമാകാം, അല്ലെങ്കിൽ സെലിബ്രേഷൻ ചെയ്യാനുള്ള അവസരമാകാം. ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളാവാം. അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ കാണാനും ഒരുപാട് സംസാരിക്കാനും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും സാധിക്കുന്നതാണ്. ചില പേരുടെ കാര്യത്തിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ്, പോസിറ്റീവ് വൈബുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇതുവരെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു പ്രണയമോ പുതിയൊരു ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് പുതിയൊരു പ്രണയമാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാകാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആഘോഷമാവാം. അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തിളങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ഇതുപോലത്തെയുള്ള ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്രണയത്തെ സംബന്ധിച്ചുമാവാം. ഏറെ കാലമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് എടുക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം. ഒരുപാട് ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസും, ഈ ഒരു ജോലി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഫ്യൂച്ചറിൽ ജോബ് മാറിയാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു വലിയ ചിന്ത നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത്